അതിനുവേണ്ടി മാറ്റിവെച്ച് ആ കുട്ടികളെ തയ്യാറാക്കണം. ബാലഗോകുലം എന്ന പ്രസ്ഥാനം കഴിഞ്ഞ 36 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ എല്ലാ രീതിയിലുള്ള സ്വഭാവങ്ങളെയും നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമുക്കിന്ന് പുരാണങ്ങളുമായൊക്കെ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. മറ്റ് ഇതര മതസ്ഥരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടേതായ വേദങ്ങളും മതഗ്രന്ഥങ്ങളും ആധികാരികമായി പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് അതിനുവേണ്ടി. അടുത്തതായി നമ്മുടെ ബാലഗോകുലത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ മീറ്റിങ്ങുകളിലൊക്കെ വരുന്ന നമ്മുടെ മാതൃസംഘം സെക്രട്ടറിയാണ്. ഇന്നത്തെ മാതൃപൂജയിലും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എന്ത് പ്രവർത്തനങ്ങളിലും സുസജ്ജമായി നന്നായി പ്രവർത്തിക്കുന്ന ശ്രീ ദേവകി പീതാംബരനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ശാസ്താ ബാലഗോകുലത്തിൻ്റെ ഈ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ബാലികാ ബാലന്മാരോടും ഹാർദവുമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാലഗോകുലത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഊർജ്ജസ്വലരായ പ്രവർത്തകർക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ സുബ്രഹ്മണ്യൻ കൈതവളപ്പിനെ ക്ഷണിച്ചുകൊള്ളും. പ്രഭാഷണത്തിൽ വന്നിരിക്കുന്ന ഹരികുമാർ, നമ്മുടെ ക്ഷേത്രം ശാന്തി, പിന്നെ മഹിളാ സംഘം സെക്രട്ടറി ദേവകി, പിന്നെ വേദിയിരിക്കുന്ന അമ്മമാരെ, നമ്മുടെ കാരണന്മാരെ എല്ലാവരെയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രഭാഷണത്തിനായി ഹരികുമാരനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ശാന്തിയായിട്ടുള്ള ബഹുമാന്യ അദ്ദേഹം, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ഗുരുജനങ്ങളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, മറ്റ് ഗുരുനാഥൻ, നമസ്കാരം. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് മാള താലൂക്കിലും ഇരിങ്ങാലക്കുട താലൂക്കിലും ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ യോഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്താണ് ശ്രീ ശാസ്താ ബാലഗോകുലത്തിൻ്റെ ഗ്രാമോത്സവ പരിപാടി നടക്കുകയാണ്, ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അറിയിച്ചത്. എങ്കിലും ഈ ഭാഗത്ത് വരാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. രണ്ട് കാരണങ്ങളാണ് എൻ്റെ മനസ്സിൽ
ഈ സമയത്ത് തോന്നിയത് അതിനെ സംബന്ധിച്ച്. ഒന്ന്, ഒരു മഹാഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തജന സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഇവിടുത്തെ ബാലഗോകുല പ്രവർത്തനം. രണ്ട്, ക്ഷേത്രം ശാന്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സദസ്സ് ശുഷ്കമായി പോയി എന്ന ഒരു കാരണം. സത്യത്തിൽ എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. ഭാരതം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നദിയാണ് ഗംഗ. ഗംഗയിലെ ഒരു തുള്ളി വെള്ളം കഴിച്ച് മരിക്കണം എന്നുള്ളത് എല്ലാ ഭാരതീയരുടെയും ഒരു ആഗ്രഹമാണ്. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വായിച്ചത്, ഇതിനു മുമ്പ് മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പോലും ഗംഗാനദിയിൽ വരണമെന്നും ഗംഗാനദിയിൽ കുളിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. ശരിക്കും ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, വളരെ ചെറിയ ഒരു ഉറവിടമാണ്. ഒരു കിണ്ടിയിൽ നിന്നും വെള്ളം വരുന്ന മാതിരിയാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അതിനെ ഗംഗോത്രി എന്ന് പറയുന്നത്. പിന്നെയാണ് ആ നദി ഒരു മഹാനദിയായി ഒഴുകുന്നത്. സത്യത്തിൽ ഇതൊരു ചെറിയ സദസ്സായി തോന്നാമെങ്കിൽ പോലും അങ്ങനെയല്ല. കാരണം വരാനിരിക്കുന്ന നല്ലതിൻ്റെ തുടക്കങ്ങളാണ് ഇത്തരത്തിലുള്ള ഓരോ സദസ്സുകൾ. നേരത്തെ പറഞ്ഞതുപോലെ നല്ലതിനെ അംഗീകരിക്കാൻ കുറച്ച് താമസമെടുക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും നല്ലതിനെ സമൂഹം അംഗീകരിക്കില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വിഗ്രഹത്തെ സ്ഥാപിക്കാൻ തുടങ്ങിയ സമയത്ത് തൽപര കക്ഷികളായിട്ടുള്ള ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ എതിർത്തിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് ഒരു മഹാവിപ്ലവം ആരംഭിക്കുന്നത് കേരളത്തിൽ. അത് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയിട്ടുണ്ട്. സത്യത്തിൽ നമുക്കിന്ന് ഇങ്ങനെ ഇരിക്കാനും ആ ആശയങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാനുള്ളൊരു സാമൂഹിക ക്രമം കേരളത്തിൽ ഉണ്ടായത് ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരുടെ മഹത്തായിട്ടുള്ള ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ അന്ന് അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ആൾക്കാരുടെ വാക്ക് കേട്ട് മടങ്ങിപ്പോയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു സാമൂഹിക സ്ഥിതിവിശേഷം കേരളത്തിൽ നമുക്ക് സംജാതമാക്കാൻ സാധിക്കില്ലായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഇത്തരത്തിലൊരു സാമൂഹിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച സമയത്ത് കേരളത്തിന്റെ പൊതുവിലുള്ള സാമൂഹിക അന്തരീക്ഷം എന്തായിരുന്നു? ഞാൻ പറഞ്ഞു വന്നത്, അതേ അന്തരീക്ഷം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഈ തരത്തിലുള്ള സാമൂഹിക അനാചാരങ്ങളെ മാറ്റുക എന്നുള്ളതാണ്, അന്ധവിശ്വാസങ്ങളെ മാറ്റുക എന്നുള്ളതാണ്, സമൂഹത്തിൽ നന്മ കൊണ്ടുവരിക എന്നുള്ളതാണ് ബാലഗോകുലം പോലെയുള്ള സംഘടനകൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നിസ്സാരമെന്ന് തോന്നാം 1.5 മണിക്കൂർ അതിന്റെ പരിപാടികൾ. പക്ഷെ അങ്ങനെയല്ല. സമൂഹത്തിൽ ബാലഗോകുലം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ വളരെ വലുതാണ്. നിശബ്ദമായി നമ്മൾ ചിന്തിച്ചു നോക്കാം. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് ആ ഭ്രാന്താലയത്തിൽ നിന്നും തീർത്ഥാലയത്തിലേക്ക് കേരളം സഞ്ചരിക്കുന്നതിന്റെ ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവന്റെയും ബാലഗോകുലത്തിന്റെയും ഒക്കെ